നീ ഇന്നലെ ലീവായിരുന്നു? ഞാൻ പാലക്കാട്ടായിരുന്നു. രാജൻ എത്തിയില്ലേ? കണ്ടില്ല. നമസ്കാരം. കൈക്ക് വേദനയില്ലല്ലോ? ഞാൻ പറഞ്ഞ വെറുതെ കെട്ടിയതാ. താൻ പേഷ്യന്റ് ആണോ? പിന്നെ ഡോക്ടർ രായനുണ്ടോ? ഡോക്ടർ രായൻ വന്നിട്ടുണ്ടോ? റൂമിലുണ്ട്. റൂമിലുണ്ട്. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ. മോർണിംഗ്. ആ ഇഞ്ചക്ഷന്റെ മരുന്ന് കിട്ടാനില്ല. സ്റ്റോറിൽ അന്വേഷിച്ചോ? അവിടെ ഉണ്ടല്ലോ. അവിടെ ഇല്ലെന്ന് പറഞ്ഞു. ഞാനൊന്ന് നോക്കട്ടെ. ശരി. ഗുഡ് മോർണിംഗ് ഡോക്ടർ. മോർണിംഗ്. നീ എവിടെ ആയിരുന്നടാ? ഞാൻ അവിടെ ഉണ്ടായിരുന്നല്ലോ. നിന്നെ സർദ അന്വേഷിക്കുന്നു. വേറെ കുഴപ്പമൊന്നുമില്ല. എന്താ? സർജൻ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. എനിത്തിങ് ഇമ്പോർട്ടന്റ്? അറിയില്ല. ഞാൻ വിളിക്കാന്ന് പറയും. ശരി. ആഹാരം എന്ത് കൊടുക്കാൻ ഡോക്ടർ? മോരോ തൈരോ കൂട്ടി കഞ്ഞി കൊടുത്താൽ മതി. വരട്ടെ ഡോക്ടർ. ഹലോ. രാജനാണ് സാർ. ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൽ ഇംഗ്ലണ്ടിൽ ഏതോ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ വേക്കൻസിയെ കുറിച്ച് കണ്ടല്ലോ. വായിച്ചു? വായിച്ചു. അപ്ലൈ ചെയ്ത് നോക്കാൻ വരുന്നില്ലേ? ചെയ്യണം. അല്ല, രാജൻ ഒരു ഫോറിൻ ഭ്രമക്കാരനാണല്ലോ. വേറൊന്നുമല്ല, രാജൻ കണ്ടോ എന്നറിയാൻ വിളിച്ചതാണ്. സാർ, നമ്മുടെ നാഷണൽ എക്സാമിന്റെ ഡേറ്റ് വല്ല പറഞ്ഞു? നെക്സ്റ്റ് വീക്ക് അറിയാം. അല്ല വക്കീലേ, ആധാരം കോടതിയിൽ പ്രസന്റ് ചെയ്താൽ പോരെ? അതുകൊണ്ട് എന്താ കാര്യം? മുത്തച്ഛൻ വാങ്ങിയ സ്ഥലത്തിന്റേതാണ് ആധാരം. മുത്തച്ഛന്റെ ബില്ലിലെ സ്റ്റേറ്റ്മെന്റ് നമുക്കെതിരില്ലേ? പിന്നെ ഒരു വഴിയുണ്ട്. ബോബി, ബോബി, എന്താണ് അവിടെ ഒച്ച? സോഫ നീക്കിട്ടത്. സോഫ നീക്കിടാൻ ഇത്ര ഒച്ച വേണോ? സമയത്രായി. നീ ഇതൊരു സ്കൂളിൽ പോയില്ലേ? മമ്മി, എന്റെ ഒരു ഷൂ കാണാനില്ല. എവിടെ കൊണ്ട് കളഞ്ഞു? ഞാനൊന്നും കളഞ്ഞില്ല. ഇന്നലെ കളിയും കഴിഞ്ഞ് മുറ്റത്ത് കിടക്കുന്നുണ്ടല്ലോ. നമ്മുടെ കട്ടിലിന് താഴെ വെച്ചിട്ടുണ്ട്. എടുത്തു. ബോബി ഒന്ന് എടുത്തു കൊടുക്കൂ. ബോബി ചെല്ല്, വേറെ ആട്ടെ. അപ്പോ നിങ്ങൾ മൂന്നുപേരല്ലേ പാർട്ട്നർ? ഒരു സിസ്റ്റർ കൂടിയുണ്ട്. ആ സിസ്റ്ററിന്റെ പൊസിഷൻ എങ്ങനെ? അതിപ്പോ. ഹലോ, നിർമ്മല രാജശേഖരൻ ഹിയർ. അതെ, പുള്ളിക്കാരെ ഹോസ്പിറ്റലിലേക്ക് പോയല്ലോ. വല്ലതും പറയാനുണ്ടോ? ഞാൻ മിസ്സസ് ആണ്, പറയാം. ആ സിസ്റ്ററെ കൊണ്ട് എന്നെയും കുടിപ്പിക്കാമോ? സിസ്റ്റർ കുഴപ്പമില്ല, അള്ളിനാ കുഴപ്പം. ശോഭേ, ഈ കപ്പും എടുത്തു. ഏതായാലും സാക്ഷി വിസ്താരം കഴിയട്ടെ. നിങ്ങൾ പോയി തിങ്കളാഴ്ച ഞാൻ പറഞ്ഞ ഡോക്യുമെന്റ്സ് കൊണ്ടുവരൂ. നമുക്ക് ശരിയാക്കാം. കോടതിയിലേക്കാണെങ്കിൽ ഞങ്ങൾ ഡ്രോപ്പ് ചെയ്യാം. വേണമെന്നില്ല. പിന്നെ ഇന്ന് എന്റെ നാത്തുവിന്റെ പ്രമാദമായ കേസിന്റെ ഫൈനൽ സ്പീച്ചാണ്. ഐ എം ലിറ്റിൽ ബിസി. No, certainly not. My learned friend is thoroughly mistaken. No witness have ever said it so. It's only a bias of the prosecution. Your Honor, it's easy to convict an innocent. But my client is standing before the temple of justice, looking at those words, fiat justitia ruat selam. The decision reported in AIR, 1983 Supreme Court 554 and 1975 Criminal Law of Journal 208 will come for my client's help in this regard. In these circumstances, I pray that this honorable court may be pleased to find that the accused of this case is innocent and he may be acquitted. That's all, Your Honor. ഏയ്, നാത്തും കേസിലേക്കല്ലോ. ആണോ? ഏയ്, കലക്കി. ചേട്ടനൊന്ന് വിളിച്ച് പറയട്ടെ. ഒന്ന് മാറിക്കേ. ഒന്ന് ഫോൺ ചെയ്തോട്ടെ.
ഹലോ, ചേട്ടനല്ലേ? അതെ, എന്താടി? ചേട്ടാ, രാജു കേസ് ജയിച്ചു. അതെ, അവൾ എന്റെ പെങ്ങളാ. ഇന്നെന്റെ കാലയത്തൊട്ട് വന്നിട്ട് അവള് കോടതി പോയത്. പിന്നെ എങ്ങനെ അവള് ജയിക്കാതിരിക്കുന്നേ? നിന്നെ പോലെ ഞായറാഴ്ച വെക്കില്ല. ആരാ? വൈഫ. ബാജ ഒന്നും അടിക്കാതെ ചെലവ് ചെയ്യാനുള്ള പദ്ധതി തയ്യാറാക്കൂ. അവളെവിടെ? അവളിവിടെ അഭിനന്ദനങ്ങളുടെ പൂച്ചണ്ട് വാങ്ങി കുഴഞ്ഞു നിൽക്കുകയല്ലേ. എവിടെ പോടി? പിന്നെ ആസ് യൂഷ്വൽ ചൈനീസ് മതി. എന്താ? ആ, എവിടെയെങ്കിലും പോവാ. നീ അവളെയും കൂടി നേരെ പോര്. ഉണ്ണിട്ടോട് പറഞ്ഞേക്കണം. ആ, ഞാൻ പറഞ്ഞേക്കാം. ഓക്കെ, ജസ്റ്റ് മിനിറ്റ്. അപ്പോഴേ ഉണ്ണി ഡോക്ടറെ, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. സാറിന്റെ ഭാര്യ കേസ് ജയിച്ചു. ജയിച്ചോ? ഉം. കുഴപ്പമായല്ലേ? അതെന്താ? ഈ ഒരാഴ്ച കിടന്നു നടക്കൂല. അവളുടെ വീരവാദങ്ങളൊക്കെ ഞാൻ തന്നെ കേൾക്കണ്ടേ? ഉച്ചയ്ക്ക് വീട്ടിൽ പോകണ്ട. ആ, ചൈനീസിൽ പോവാന്ന് നിമ്മി പറഞ്ഞു. നിനക്ക് വേറെ ജോലിയൊന്നുമില്ലേ? അഥവാ അവള് കേസ് ജയിച്ചെങ്കിൽ തന്നെ ആദ്യം പറയേണ്ടത് ഭർത്താവായ എന്നോടല്ലേ? ഞാൻ വരുന്നില്ല. കുറച്ചുനാൾ അയാളുടെ വീട്ടിൽ വലിച്ചു തിന്നുന്നു. നിമ്മിയുടെ അലഞ്ച് അഭിമാനം ഓർത്ത് വരാതിരിക്കരുത്. ഞാൻ ഏതായാലും പോവും. ആ, ഞാനും വരാം. വിളിച്ചതല്ലേ? ചെല്ലേ. അതെ, കറക്റ്റ്. വന്നോളാം. പോട്ടെ, താങ്ക്സ്. ഇങ്ങനെ ഒരു ആങ്ങളെയും പെങ്ങളെയും ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഒറ്റ പെങ്ങളല്ലേ ഉള്ളൂ. അതും അച്ഛനും അമ്മയില്ല വളർത്തിക്കൊണ്ടുവന്നതല്ലേ. സന്തോഷം കാണും. തനിക്കൊരു കാര്യം കേൾക്കണം. അവളുടെ ബർത്ത്ഡേ വന്നാൽ ഇവൻ സാരി വാങ്ങിച്ചു കൊടുക്കും. ഇവന്റെ ബർത്ത്ഡേ വന്നാലും ഇവൻ സാരി വാങ്ങിച്ചു കൊടുക്കും. ഡാഡി, ഞാൻ എഴുതി കഴിഞ്ഞു. ഇനി ചായ കുടിച്ചോട്ടെ? കണക്ക് ചെയ്തോ? ആ. എന്നാ ചായ കുടിച്ചോ. പാടോ, താൻ ഇന്നലെ എവിടെയായിരുന്നു? കാർ വർക്ക്ഷോപ്പിലായിരുന്നു. മിനിമോള് കണക്ക് ചെയ്തോ? ആ, കഴിഞ്ഞിട്ടില്ല ഡാഡി. കഴിഞ്ഞിട്ടില്ലേ മോളെ? ആ, വേഗം ചെയ്തോ. കേട്ടോ വൈദ്യ സാറേ, ഇന്നൊരു ദിവസം മിനിമോൾ ചായ കുടിച്ചതിന് ശേഷം കണക്ക് ചെയ്യും. അപ്പൊ നാളെയോ? നാളെ വേണ്ട. എന്താ മോളെ? ആ, വേണ്ട. എന്നാ കഴിച്ചോ. കൺഗ്രാചുലേഷൻസ് രാജി. താങ്ക് യു അങ്കിൾ. രാജാ, വക്കീൽ ഫീസിന്റെ പകുതി നിർമ്മലയ്ക്കുള്ളതാ. രണ്ടുപേരും കൂടെ ഉറങ്ങാതെ ഈ കേസിനെ പറ്റി ഡിസ്കഷൻ തുടങ്ങിയിട്ട് എത്ര ദിവസമായെന്നോ? അച്ഛാ, ഞാനിത് പറഞ്ഞതാ. ഇപ്പൊ എങ്ങനെ? മക്കൾ കാപ്പ് കുടിച്ചോ? രാജൻ ഇന്നലത്തെ ഇന്ത്യൻ എക്സ്പ്രസ് ശ്രദ്ധിച്ചോ? കൊള്ളാം, ശ്രദ്ധിച്ചോന്നോ? ആപ്ലിക്കേഷൻ ഇപ്പൊ ഇംഗ്ലണ്ടിൽ എത്തിക്കാണും. കളിയാക്കണ്ട. ഒരു ദിവസം ചേട്ടനെ യാത്രയ്ക്ക് നമ്മളൊക്കെ എയർപോർട്ടിൽ പോന്നു വയ്ക്കൂ, അല്ലേ ഏട്ടാ? അങ്ങനെ പറഞ്ഞു കൊടുക്കും മോളെ. ഡാഡി, എനിക്കൊരു മഞ്ഞ പെൻസിൽ വേണം. നിമ്മി പോ. ആ, അപ്പൊ ട്യൂഷൻ കഴിഞ്ഞു. ആ, കാപ്പി എടുക്കാൻ പറ ചേച്ചി. ഇനിയിപ്പോ ഒന്നും വേണ്ട രാജി. എന്നാ പോയിക്കോ. പോട്ടെ. വരട്ടെ. ഗോപി, വണ്ടി നോക്കിട്ട്. നിമ്മി, ഈ പാല് കുടിച്ചിട്ട് വായിക്കും. പിന്നെ കുടിച്ചോളാം മമ്മി. പിന്നെ കുടിക്കണം. ശോഭ, ഇത് കൊടുത്തു. ശരി ചേച്ചി. ഇതെനിക്ക് സെലക്ഷൻ കിട്ടിയത് തന്നെ 3 തരം. അല്ല, ഇത് എഴുതിക്കൊണ്ടിരിക്കാൻ പോണോ? തീർന്നടി. നീ അഡ്രസ് കൂടെ ഉള്ളൂ. നീ പോയി മോന് പാലെല്ലാം കൊടുത്ത് ആ നൈറ്റ് എല്ലാം എടുത്ത് റെഡിയായിട്ട് വാ.
അപ്പൊ ഞാനിത് ശരിയാക്കി വെച്ചേക്കാം. ചേട്ടന് വേറെ ജോലിയൊന്നുമില്ലേ? ഇവിടെ കിട്ടുന്ന ശമ്പളം തികഞ്ഞിട്ടായിരിക്കും ഒരു ഫോറിൻ ഡിഗ്രി. എടി കുരങ്ങേ, ശമ്പളത്തിനാണോടി? ഇതൊക്കെയല്ലേ ഒരു ത്രില്ല്? എഴുതിക്കൊണ്ടിരുന്നു, ഞാൻ കിടക്കാൻ പോവാ. മറ്റാർക്കും ഇല്ലാത്തൊരു ത്രില്ല്. നാളെ ആരുടെ കേസടി? തീർന്നല്ലേ ഒരു യഥാർത്ഥ ഭാര്യ എന്ന് പറഞ്ഞാൽ ഭർത്താവ് ആഹാരം കഴിച്ചതിന് ശേഷമേ ആഹാരം കഴിക്കാവൂ, ഭർത്താവ് ഉറങ്ങിയതിന് ശേഷമേ ഉറങ്ങാവൂ. മനസ്സിലായോ? അല്ല, നീ റെഡിയായെന്ന് പറഞ്ഞിട്ട് ഈ മാലയും കമ്മലൊന്നും മാറ്റിയില്ലേ? ആ സമയം കൊണ്ട് ഞാൻ ആ കവർ ഒട്ടിച്ചിട്ട് വരാം. അവിടെ നിൽക്കും. കമ്മില് പ്ലാസ്റ്റിക് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. എന്നാലും നിന്റെ ഒരു വാശി. ആരാടാ ഈ പാതിരാക്ക് ഫോൺ ചെയ്ത് ഡിസ്റ്റർബ് ചെയ്യുന്നത്? ഹലോ. ഹലോ, ഡോക്ടർ രാജനുണ്ടോ? ഉണ്ടല്ലോ. ആരാ സംസാരിക്കുന്നത്? ഞാൻ ഡിസ്ട്രിക്ട് കളക്ടറാണ്. ഒന്ന് കൊടുക്കണം. 1 മിനിറ്റ്. ഡിസ്ട്രിക്ട് കളക്ടർ. ഹലോ, ഇതാ നിന്റെ പെങ്ങളെ ഞാൻ ഡൈവേഴ്സ് ചെയ്യും. എന്നെ ഉറങ്ങാൻ സമ്മതിക്കില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഇവളുടെ ഓരോ വകുപ്പുകൾ കേട്ടെന്റെ തല പൊളിയ. അയ്യോ ഇല്ല ചേട്ടാ, നുണയാണ്. ഹലോ, ഉണ്ണേട്ടനാ? നുണയല്ല. എന്താടി? ഇല്ല ചേച്ചി, ചുമ്മാ വട്ടാണ്. വട്ടത്തിന്റെ വീട്ടുകാർക്ക് ചുമ്മാ ഇരിക്കട്ടോ. എടി, ഈ പോസ്റ്റ്മോർട്ടം ഇഞ്ചക്ഷനും ഒക്കെ ആയിട്ട് നടക്കുന്നവർക്ക് നിയമത്തെ കുറിച്ച് വല്ല വിവരമുണ്ടോ? ആ അതെ അതെ, പോസ്റ്റ്മോർട്ടം. എന്താ എന്താ ഒന്നുകൂടെ പറഞ്ഞേ? എന്റെ പൊന്നളിയാ, ഞാനൊന്ന് ഉറങ്ങാൻ നോക്കാൻ നോക്കിട്ട് 1 മണിക്കൂറായി. പക്ഷെ ഇവിടെ സമ്മതിക്കണ്ട. അയ്യോ കൊല്ലുന്നേ. മണി 12 കഴിഞ്ഞല്ലോ, ഉറങ്ങാറായില്ലേ? പോലീസ് റിട്ടയർഡ് ഐ ജി. റിട്ടയർഡ് പോലീസല്ലേ? പാമ്പറ. ഗുഡ് നൈറ്റ് അളിയാ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ പോലെ തൊട്ട് പോരുത്. എന്ത്?